റബ്ബിന്റെ ഓർഡർ പ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇതുപോലെ ഒരു റബീഉൽ അവ്വലിന് വന്നപ്പോ മദീനത്തതാ മഹാന്മാരായ സ്വഹാബത്തിന് കിടന്നാൽ ഉറക്കില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുന്നില്ല. ഹബീബായ തങ്ങൾ വരുന്നതും കാത്തിട്ടതാ സ്വഹാബത്ത് വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ കടന്നു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കാണുന്നു. തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുന്നു. സ്വഹാബത്ത് വല്ലാത്ത സന്തോഷത്താൽ ഉറക്കെ അതാ മൗലിദോദിയിട്ട് സ്വീകരിക്കുന്നു. ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ ഒരു ഭാഗത്ത് നിന്ന് സ്വഹാബത്ത് വലിയ മൗലിദോദിയപ്പോ മറുഭാഗത്ത് നിന്ന് അതിന് ജവാബായിട്ട് സ്വഹാബത്ത് പറയുന്നത് അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ നടന്നപ്പോ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് വലിയ സന്തോഷം കൈമാറിയില്ലേ? മഹത്തുക്കളായ സ്വഹാബത്തിന് ആശംസ നേർന്നില്ലേ? ആ സ്വഹാബത്തിന് ബറക്കത്ത് കൊണ്ട് ദ്വാരുന്നില്ലേ? പിന്നെ ആര് പറഞ്ഞു തങ്ങളെ മൗലിദ് പാടില്ല എന്ന്? ആര് പറഞ്ഞു തങ്ങളെ മീലാദ് ആഘോഷിക്കാൻ പാടില്ല എന്ന്? അത് ഖുർആനെതിരാണ് കേട്ടോ, ഹദീസിനെതിരാണ് കേട്ടോ. അത്തരം ഒരാശയം മഹാന്മാരായ സ്വഹാബത്തും ഇമാമീങ്ങളും പൂർവകാല മഹത്തുക്കളാരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ശക്തമായിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറവാക്കുന്ന അവിടുത്തെ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് തബ്ലീഗ് ജമാഅത്ത് എന്ന പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി തൊപ്പിയും താടിയും തസ്ബീഹുമാലയും പിടിച്ചിട്ട് ഞങ്ങളാണ് ഏറ്റവും വലിയ ദഅവത്തിന്റെ ആളുകളെന്ന് പറഞ്ഞിട്ട് തബ്ലീഗ് ജമാഅത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ട് ഇസ്ലാമിന്റെ ആളുകളുടെ ഈമാനെ കളങ്കപ്പെടുത്താൻ പുത്തനാശയക്കാര് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവര് സ്വഹാബത്തിനെയും ഇമാമിങ്ങളെയും ഹബീബായ തങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് പുതിയ ദീനുണ്ടാക്കാൻ ഇവിടെ നമ്മുടെ ഈ സമൂഹത്തിന് നാട്ടിലൊക്കെ അവര് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം സമൂഹത്തിൽപ്പെട്ടിട്ട് ഈമാനെ കളങ്കപ്പെടുത്തരുത്. നിങ്ങൾ അത്തരം സമൂഹത്തിൽ നിന്നും മാറി നിൽക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനത്തെ കുറവാക്കുന്നവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, തങ്ങളെ സ്നേഹിക്കാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനം. അതുകൊണ്ട് ഈമാനെ സൂക്ഷിച്ചോളണം മുസ്ലിമീങ്ങളെ. ഹബീബായ തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടികൾ ലോകമൊട്ടുക്കയും ഗംഭീരമായിട്ട് നടക്കുമ്പോ അത് പാടില്ല എന്ന് വളരെ തുച്ഛം വരുന്ന ആളുകൾ പറയുമ്പോ ആ ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തിയേ പറ്റൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവിന് സ്നേഹത്തിന് കളങ്കപ്പെടുന്ന ഒരു വാക്കോ ചിന്തയോ പ്രവർത്തനമോ മുസ്ലിമീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടൂല കേട്ടോ. നമ്മൾ എത്ര സൽക്രമം ചെയ്താലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ സൽക്രമമാണ് എന്ന് നമ്മൾക്ക് തോന്നിയാലും റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തിയ കക്ഷികളിൽ നിന്ന് അല്ലാഹു ഒരു അമലും സ്വീകരിക്കില്ല. അതുകൊണ്ട് എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, എന്റെ മുസ്ലിം സ്നേഹിതന്മാരോട് പറയുന്നു, നമുക്ക് ഒരാളോടും വിരോധമില്ല, ഒരാളോടും നമുക്ക് ഒരു ദേഷ്യവുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആര് കുറവാക്കി സംസാരിച്ചാലും അവനോട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ ഈമാനുള്ളവന് സാധ്യമേ അല്ല. അള്ളാന്റെ റസൂല് സാധാരണക്കാരൻ ആരെങ്കിലും പറഞ്ഞാൽ, അവിടത്തെ ജന്മം സാധാരണ ജന്മമാണെന്ന് പറഞ്ഞാൽ, അത് ആഘോഷിക്കൽ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഖുർആനെതിരാണ്. അത് പറയുന്ന കക്ഷികളാണ് തബ്ലീഗ് ജമാഅത്ത്, അത് പറയുന്ന കക്ഷികളാണ് മുജാഹിദ്, അത് പറയുന്ന കക്ഷികളാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലുള്ള പുത്തനാശയക്കാർ, ആ പുത്തനാശയക്കാരുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ ഈമാനുള്ളവന് സാധ്യമേ അല്ല.
ഇത് ഞാൻ പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ റസൂലുള്ള സാധാരണക്കാരെന്ന് പറയുന്ന ഒരു തബ്ലീഗിലും നിങ്ങൾ മെമ്പർമാരാകണ്ട, ഒരു മുജാഹിദിലും ജമാഅത്തിലും പെട്ടിട്ട് റസൂലുള്ളാഹിനെ നിസാരപ്പെടുത്തണ്ട. ഈമാനില്ലാതെ പോയിട്ട് ആ ശാശ്വതമായ നരകം നിനക്ക് തയ്യാറാക്കി അള്ള വെച്ചത് മറന്നു പോകണ്ട. അള്ളാഹുന്റെ റസൂലിനെ കുറവാക്കിയ ഒരാളും ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് അല്ലാഹുവിനെ നിഷേധിക്കുന്ന സത്യനിഷേധികൾ വന്നപ്പോ ഹബീബായ തങ്ങളോട് ഖുർആനിൽ ആയത്ത് അവതരിച്ച് ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞോ സമൂഹത്തോട് എന്ന് പറഞ്ഞ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുന്റെ ഹബീബിന് പാരമ്പര്യമില്ലെന്ന വാദവുമായിട്ട് അതാ ഇതുപോലെ ഒരു പുത്തനാശയക്കാരൻ അന്ന് വന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഡയറക്റ്റ് ആയിട്ട് നേരിൽ തന്നെ അതാ നബി തങ്ങളെ കൂട്ടിച്ചേർക്കാതെ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയ സൂറത്തുൽ കൗസറില്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, അത് ഹബീബായ തങ്ങളോട് അല്ലാഹുള്ള വലിയ ബഹുമാനമാണ്, വലിയ സ്നേഹമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, എന്ത് ദുനിയാവിൽ അല്ല നേട്ടം തന്നാലും ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യ മക്കൾക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ കൂട്ടുകുടുംബത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ അധികാരത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ സ്വാധീനത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ കൂട്ടുകുടുംബം, ഇവിടത്തെ ഒരു ഫ്ളാറ്റുകൾക്കും വാഹനങ്ങൾക്കും ഒരു സൗകര്യത്തിനും നിലനിൽപ്പില്ല. ഈ ദുനിയാവ് നശ്വരമാണ്. അതേ ശാശ്വതമായ ലോകം പാരത്രിക ലോകമാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ച് നമ്മുടെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ ഔലിയാക്കളുടെ തർബിയത്തുള്ള മഹത്തായ പ്രസ്ഥാനത്തിന്റെ മെമ്പർമാരായിട്ട് ഏതെങ്കിലും പുത്തനാശയത്തിൽ അകപ്പെട്ട് അതാണ് സത്യമെന്ന് ആരെങ്കിലും ചിന്തിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വഴിമാറിയിട്ട് യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾ തൗബ ചെയ്ത് ആലിമീങ്ങളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ദീനിന് ഖിദ്മത്ത് എടുക്കാൻ മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.